പൂക്കോട് സർവകലാശാലയിൽ 6 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തവരുടെയും അപകടത്തിൽ മരിച്ചവരുടെയും വിശദാംശങ്ങൾ അന്വേഷിക്കണമെന്ന സിദ്ധാർത്ഥിന്റെ അച്ഛൻ. 6 മാസം മുന്നേ നെടുമങ്ങാട് സ്വദേശി പൂക്കോട് ക്യാമ്പസിനുള്ളിൽ വാഹനാപകടത്തിൽ മരിച്ചതിൽ സംശയമുണ്ട്. സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അതനുസരിച്ചുള്ള വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തണം. ഡീനിനെതിരെ കേസെടുക്കണമെന്നും സസ്പെൻഷൻ മതിയാകില്ലെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു. ഈ ഒരു 5-6 വർഷത്തിന് മുമ്പ് അവിടുന്ന് ഇങ്ങോട്ടുള്ള എന്തെങ്കിലും ആത്മഹത്യയോ മരണങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറ്റി, ഏത് പറ്റി, എന്തിനാണ് അവിടുത്തെ കുട്ടികൾ അവിടുത്തെ പഠനം മതിയാക്കിയിട്ട് ഇടയ്ക്ക് വെച്ച് പോയത്, അതൊക്കെ നല്ലവണ്ണം അന്വേഷിച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു. ഈ പ്രേരണാക്കുറ്റം എന്ന് പറഞ്ഞാൽ എന്താ പ്രേരണാക്കുറ്റം? 3 ദിവസം ആഹാരം പോലും കൊടുക്കാതെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് വയറ്റിനകത്ത് ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ ഡീനും കാന്തനാഥും ഈ 2 പേർക്കെതിരെ കേസെടുത്ത് സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, കേസെടുക്കണം. ഇത്രയും ദിവസമായിട്ട് അവർക്ക് എന്തുകൊണ്ട് കേസെടുത്തില്ല അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തില്ല? അവർക്കറിയില്ല ആരാണ് അവൻ്റെ ഇൻചാർജ് കാര്യങ്ങളെന്നുള്ളത്. സുനിഷ യെല്ലൂർ നൽകും വിവരങ്ങൾ. സുനിഷ, എന്തുകൊണ്ടാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത്? 6 മാസം മുൻപ് ക്യാമ്പസിനുള്ളിൽ വാഹനാപകടത്തിൽ മരിച്ച ഒരു കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നൊക്കെ പറയാനുണ്ടായ സാഹചര്യം എന്താണ്? വിനിത, സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ തന്നെ ഏറെക്കുറെ സംശയങ്ങൾ തന്നെയാണ് പിതാവ് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത്. അതായത് കഴിഞ്ഞ വലിയ രീതിയിൽ അവിടെ SFIയുടെ പ്രവർത്തനങ്ങൾ, അതായത് SFI ഇത്തരത്തിൽ കുട്ടികളെ ആക്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, മർദ്ദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാമ്പസിനകത്ത്. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം എന്നൊരു സംശയത്തിൽ തന്നെയാണ് പിതാവ് സംസാരിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ 6 വർഷമായി ഈ ക്യാമ്പസിനകത്ത് നടന്നിട്ടുള്ള ഈ മരണങ്ങൾ, ഈ ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ, അപകട മരണങ്ങൾ, അതേസമയം തന്നെ പല കുട്ടികളും പകുതി വഴിയിൽ വെച്ച ഈ ക്യാമ്പസ് മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. TC വാങ്ങി പുറത്തേക്ക് പോകുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെയും നയിച്ച കാരണങ്ങൾ എന്താണ് എന്നത് അന്വേഷിക്കണമെന്നതാണ് പിതാവ് കാര്യമായും പറഞ്ഞിരിക്കുന്നത്. കാരണം സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം തന്നെ തുടക്കം ആത്മഹത്യ എന്ന് പറഞ്ഞൊരു മരണമായിരുന്നു. പിന്നാലെ തന്നെ വലിയ രീതിയിൽ കൊടിയ മർദ്ദനമേറ്റു എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കൂടി വഴിതെളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും, മരണങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മർദ്ദനമോ അല്ലെങ്കിൽ അത്തരം കൊലപാതകമോ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ 6 മാസം മുമ്പ് നെടുമങ്ങാട് സ്വദേശിയായ ഒരു വിദ്യാർത്ഥി ഈ പൂക്കോട് ക്യാമ്പസിനകത്ത് വെച്ച് വാഹനാപകടത്തിൽ മരിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അവന്റെ പിതാവ് ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും ഈ ഇത്തരത്തിലൊരു കാര്യം സംശയം എന്ന രീതിയിലല്ല, പക്ഷേ മകൻ ആക്റ്റീവായിരുന്നു അല്ലെങ്കിൽ മകൻ വലിയ രീതിയിൽ പഠിക്കുന്ന ആളായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങൾ ചോദിച്ചു. അങ്ങനെയെങ്കിൽ ഈ കേസുമായി തന്നെ മുന്നോട്ട് പോകണമെന്നൊരു ആവശ്യം കഴിഞ്ഞ നെടുമങ്ങാട് 6 മാസം മുന്നേ ഈ കോളേജിൽ നിന്ന് വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു എന്നതാണ് പറയുന്നത്. അത്തരത്തിലൊരു ആവശ്യം ആ അച്ഛൻ പറഞ്ഞതിന് പിന്നാലെ അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ അപകട മരണത്തിനും ഏതെങ്കിലും ഒരു സംശയം ഉണ്ടോ എന്നതാണ് അച്ഛൻ പ്രകടിപ്പിക്കുകയും ഏതായാലും അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ഉന്നയിക്കുന്നത്. വിശദമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആവശ്യം.